ഹായ് ഓൾ. അപ്പോൾ easyexamtricks-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പോയിൻമെന്റ്സ് മെയ് 2023 അപ്പോയിൻമെന്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഞാൻ കുറേ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ടൊന്ന് കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ജസ്റ്റിസ് സരസ വെങ്കട്ട നാരായണ ഭട്ടി, ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ദി കേരള ഹൈക്കോർട്ട്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാം. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? കേരളത്തെ സിനിമയാണല്ലോ. അപ്പൊ കേരള സരസ അങ്ങനെ ആലോചിക്കാം. ഇനി ശന്താനു റോയ് എന്ന് പറയുന്നത് എന്താണ്? CMD ഓഫ് BEML ലിമിറ്റഡ് ആണ്. BEML എന്ന് പറയുന്നത് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. അപ്പൊ ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാം? ശാന്തന്മാർക്ക് മാത്രമേ ഒരു ഭാരതത്തിൽ മൂവ് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓർത്ത് വയ്ക്കാം. ശാന്തന്മാർക്ക് മാത്രമേ ഭാരതത്തിൽ മൂവ് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആലോചിക്കാം. ഇനി അജിത് കുമാർ മോഹാണ്ടി, ചെയർമാൻ ഓഫ് അറ്റോമിക് എനർജി കമ്മീഷൻ, ദാറ്റ് ഈസ് AEC. അപ്പൊ ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാം? മാങ്ങന്റെ അണ്ടി ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ആറ്റം പോലെയാണ്. അപ്പൊ എറിഞ്ഞതും ഇങ്ങനെ പൊട്ടും, അങ്ങനെ വിചാരിക്കാം. മാങ്ങന്റെ അണ്ടി ആറ്റം പോലെയാണ്, അത് എറിഞ്ഞതും പൊട്ടും. അങ്ങനെ ജസ്റ്റ് ആലോചിച്ച് വയ്ക്കുക. ഇനി സാജു ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് എന്താണ്? കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ്. അപ്പൊ എത്രാമത്തെയാണ്? 17th കമാൻഡർ ഇൻ ചീഫ് ആണ് സാജു ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിങ്കൻ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് എനിക്ക് ക്ലൂ ഒന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് വല്ല ക്ലൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് ഒന്ന് പഠിച്ചു വയ്ക്കാം. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വന്നിട്ട് ജസ്റ്റിസ് TS ശിവാഗ്നാണം, അങ്ങനെയാണെന്ന് വിചാരിക്കണോ പ്രൊനൗൺസിയേഷൻ, ശിവാഗ്നാണം. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് കാൽക്കട്ട ഹൈക്കോർട്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം? ഇതിനെ 2 ക്ലൂ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർത്ത് വയ്ക്കാം. ഒന്ന് വന്നിട്ട് കല്ല് കൊണ്ട് എറിയുമ്പോൾ നമ്മൾ ശിവ എന്ന് പറയും. കല്ലുകൊണ്ട് എറിയുമ്പോൾ ശിവ എന്ന് വിളിക്കുമല്ലോ. അത് വേറെ ഒന്ന് വന്നിട്ട് നാണം, കല്യാണം എന്ന് ആലോചിക്കുക. കല്യാണം പറയുമ്പോൾ നാണമൊക്കെ വരുമല്ലോ. അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2 ക്ലൂവിൽ ഏത് ക്ലൂ വേണമെങ്കിലും ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തത് വിനീത് ജോഷി, ചീഫ് സെക്രട്ടറി ഇൻ മണിപ്പൂരിലെ ചീഫ് സെക്രട്ടറി ആണ് വിനീത് ജോഷി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിനീത് ശ്രീനിവാസനും അതുപോലെ തന്നെ സിനിമ ഡയറക്ടർ ജോഷിനെ ആലോചിക്കുക. അപ്പൊ വിനീതും ജോഷിയും എന്തിനാണ്? മണിക്ക് വേണ്ടിയിട്ടാണ് ഫിലിം ഫീൽഡിൽ നിൽക്കുന്നത്. അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് അജയ് വിജ്, കൺട്രി MD ഓഫ് എക്സെഞ്ചർ. അതുപോലെ സന്ദീപ് ദുട്ട എന്ന് പറയുന്നത് ലീഡ് ഓഫ് ഇന്ത്യ മാർക്കറ്റ് യൂണിറ്റ് ഓഫ് എക്സെഞ്ചറിന്റെ തന്നെ മാർക്കറ്റ് യൂണിറ്റിന്റെ ലീഡ് എന്ന് പറയുന്നത് ആരാണ്? സന്ദീപ് ദുട്ടയാണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ രണ്ടും കൂടെ ഒരു ക്ലൂവിൽ ഓർത്തു വയ്ക്കാം. അപ്പൊ വിജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിജയിനെ ആലോചിക്കാം. അപ്പൊ വിജയ് എന്ന് പറയുന്നത് വിജയിന്റെ ആക്സെന്റ്, വിജയ് സംസാരിക്കുന്ന ഒരു ആക്സെന്റ് ഭയങ്കര നല്ല രസമാണ്. അത് കാരണമാണ് വിജയ്ക്ക് സിനിമാ ഫീൽഡിന്റെ മാർക്കറ്റിൽ നിന്നും ഭയങ്കര ദുട്ട് കിട്ടുന്നത്. ഓക്കെ, വിജയിന്റെ ആക്സെന്റ് ഭയങ്കര രസമാണ്. അത് കാരണമാണ് ഇന്ത്യ മാർക്കറ്റിൽ നിന്നും വിജയ്ക്ക് നിറയെ ദുട്ട് കിട്ടുന്നത്. അങ്ങനെ ആലോചിക്കാം. ഇനി വെസ്ലി W സിമീന, 10th പ്രസിഡന്റ് ഓഫ് ഫെഡറേറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് മൈക്രോനേഷ്യ. എന്താണ്? വെസ്ലി W സിമീന, 10th പ്രസിഡന്റ് ഓഫ് ഫെഡറേറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് മൈക്രോനേഷ്യ. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഓഫ് ഫെഡറേറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് മൈക്രോനേഷ്യ ആണ് അരയൻ പാലിക്. അപ്പൊ ഇതെങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം? മൈക്രോ സിം അങ്ങനെ ആലോചിച്ച് വയ്ക്കാം. മൈക്രോ സിം പാലിൽ വീണു. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താ വെച്ചാൽ രാജീവ് ദാർ, ഇന്ററിം CEO ആൻഡ് MD ഓഫ് NIIFL, ദാറ്റ് ഈസ് നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ലിമിറ്റഡ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം? ദാർ എന്ന് പറയുന്നത് ധാരധാര മീൻസ് ഇങ്ങനെ കുറെ പേരില്ലേ, ആ ധാരധാരയായിട്ട് നമുക്ക് എന്താണ്? ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ധാരധാരയായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കൂട്ടത്തിൽ നമുക്ക് ഫണ്ട് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിക്കുക. ധാരധാരയെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അപ്പൊ ഫണ്ട് ധാരധാരയായിട്ട് വരുന്നു. അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് ആലിയ ഭട്ട് എന്ന് പറയുന്നത് ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഗുച്ചി എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫാഷൻ കമ്പനിയാണ്. ഇറ്റലിയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത്. ഇറ്റലിയിൽ ആണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്.
അപ്പൊ ഇതിന്റെ മാത്രമല്ല, ആലിയ ഭട്ട് എന്ന് പറയുന്നത് കുറെ കമ്പനീന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് മാത്രം ഞാനൊരു കഥ പോലെ പറഞ്ഞുതരാം, അത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് കഥ നോക്കാം. അപ്പൊ ആലിയ ഭട്ട് എന്ന് വന്നിട്ട് ഒരു ട്രിപ്പിന് പോവാണ്. ആലിയ ഭട്ട് എന്ന് പറയുന്നത് ഒരു ട്രിപ്പിന് പോവാണ്. ആ ട്രിപ്പിന് പോകുന്ന സമയത്ത് അവിടെ എത്തിയപ്പോൾ ആലിയ ഭട്ട് ഒരു കാഡ്ബറിയുടെ കോർണറ്റോ വാങ്ങും. കാഡ്ബറിയുടെ ഒരു കോർണറ്റോവും ഒരു പാക്കറ്റ് ലേസും വാങ്ങും. അപ്പൊ പൈസ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഫോൺ പേയിലാണ് പൈസ കൊടുക്കുന്നത്. അപ്പൊ ആലിയ ഭട്ട് ഒരു ട്രിപ്പ് പോയി, ആ സമയത്ത് ഒരു കാഡ്ബറിയുടെ കോർണറ്റോ വാങ്ങും, ഒരു ലേസും വാങ്ങും, എന്നിട്ട് ഫോൺ പേയിൽ ബില്ല് പേ ചെയ്യും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മാന്യനായിട്ടുള്ളൊരു വ്യക്തി വരും. മാന്യനായിട്ടുള്ളൊരു വ്യക്തി ടൈറ്റാന്റെ വാച്ചൊക്കെ കെട്ടിയിട്ട് വരും. മാന്യനായിട്ടുള്ള വ്യക്തികൾ ടൈറ്റാന്റെ വാച്ചൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ടൈറ്റാന്റെ വാച്ചൊക്കെ കെട്ടിയിട്ട് വരും. എന്നിട്ട് അയാൾ വന്നിട്ട് ആലിയ ഭട്ടിന് ഫിലിപ്സിന്റെ ഒരു ബ്ലെൻഡർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ബ്ലെൻഡർ മീൻസ് മിക്സി, ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ ബ്ലെൻഡർ, അപ്പൊ മിക്സി കൊടുക്കും. ഫിലിപ്സിന്റെ ഒരു ബ്ലെൻഡർ ഗിഫ്റ്റ് ആയിട്ട് ആലിയ ഭട്ടിന് കൊടുക്കും. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ആലിയ ഭട്ട് ഒരു ട്രിപ്പിന് പോവാണ്. ആ ട്രിപ്പിന് പോയ സമയത്ത് ആലിയ ഭട്ട് ഒരു കാഡ്ബറിയുടെ ഒരു കോർണറ്റോവും വാങ്ങും, ഒരു ലേസും വാങ്ങും, എന്നിട്ട് ഫോൺ പേയിൽ ബില്ലടയ്ക്കും. എന്നിട്ട് ആ സമയത്താണ് ഒരു മാന്യനായിട്ടുള്ളൊരു വ്യക്തി ടൈറ്റാന്റെ വാച്ചൊക്കെ ഇട്ടിട്ട് വരും. എന്നിട്ട് ആലിയ ഭട്ടിന് ഒരു ഫിലിപ്സിന്റെ ബ്ലെൻഡർ കൊടുക്കും. അപ്പൊ ചുമ്മാ അതൊന്നും ആലോചിക്കുക. അതുപോലെ ഈ ഗുച്ചി ബ്രാൻഡിന്റെ ക്ലൂ എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അത് എനിക്ക് ക്ലൂ ഇതിൽ സ്യൂട്ട് ആവുന്നില്ല. അപ്പൊ നിങ്ങൾ അത് മാത്രം ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ. അപ്പൊ ആലിയ ഭട്ട് ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഗുച്ചി. ഇനി അടുത്തത് ലിൻഡ യാക്കറീനോ എന്ന് പറയുന്ന ആരാണ്? സിഇഒ ഓഫ് ട്വിറ്റർ. ട്വിറ്ററിന്റെ സിഇഒ ആരാണ്? ലിൻഡ യാക്കറീനോ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഓർത്ത് വയ്ക്കാം? കാറീന്നോ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ട്വിറ്റ് ചെയ്യാലോ. അപ്പൊ നമുക്ക് കാറിന്നോ എവിടെ വേണമെങ്കിലും വെച്ച് നമുക്ക് ട്വിറ്റ് ചെയ്യാം. അങ്ങനെ കാറിന്നോ അങ്ങനെ ആലോചിക്കാം. കാറിൽ ഇരുന്നിട്ടോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ട്വിറ്റ് ചെയ്യാം. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് ഗീത റാവോ ഗുപ്ത, അംബാസഡർ അറ്റ് ലാർജ് ഫോർ ഗ്ലോബൽ വിമൻസ് ഇഷ്യൂസ് ഇൻ ദി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ വിമൻസ് ഇഷ്യൂസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അംബാസഡർ ആയിട്ട് നിയമിച്ചിരിക്കുന്നത് ഗീത റാവോ ഗുപ്തനെയാണ്. അപ്പൊ ഇതിന് എനിക്ക് പ്രത്യേകിച്ച് ക്ലൂ ഒന്നും പറയാൻ ഇല്ല, ഒന്നും കിട്ടണില്ല. അപ്പൊ നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് പഠിക്കാം. ഇനി അടുത്തത് പ്രവീൺ സൂദ്, CBI ഡയറക്ടറാണ്. ആരാണ്? പ്രവീൺ സൂഡാണ്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് എങ്ങനെ പ്രവീൺ സൂദ് എന്നാണ്. അപ്പൊ ഞാനിങ്ങനെ ഇതിന് വേണ്ടി ക്ലൂവിന് വേണ്ടിയിട്ട് സൂഡ് എന്ന് പറയാം. അപ്പോൾ CBI എന്ന് പറയുമ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അവരൊക്കെ ഭയങ്കര ചൂടായിട്ടുള്ള വ്യക്തികളാണല്ലേ. എന്തെങ്കിലും കേസൊക്കെ തെളിയിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരില്ല. അങ്ങനെ സൂഡ് CBI അങ്ങനെ ആലോചിക്കുക. സൂഡ് CBI. ഇനി ആമി ഇ പോപ്പ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ദി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. അപ്പൊ എത്രാമത്തെയാണ്? 11th ഡയറക്ടർ ജനറൽ ആണ് ആമി ഇ പോപ്പ് എന്ന് പറയുന്നത്. 11th ഡയറക്ടർ ജനറൽ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? മൈഗ്രേറ്റ്, നമ്മൾ എവിടേക്കെങ്കിലൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ, ഇപ്പൊ നമ്മള് പ്രളയമൊക്കെ വന്നപ്പോൾ നമ്മളിങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താ പോപ്പിക്കുടമൊക്കെ പിടിച്ചിട്ടാണ് പോവുക. മഴയ്ക്ക് വരുമ്പോഴാണല്ലോ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ സമയത്ത് പോപ്പിക്കുടയൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുക, അങ്ങനെ വിചാരിക്കുക. ഇനി അടുത്തത് അനിൽ കുമാർ ജെയിൻ, ചെയർമാൻ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ്, ദാറ്റ് ഈസ് PNGRB. ചെയർമാൻ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ്, ദാറ്റ് ഈസ് PNGRB എന്ന് പറയും. അപ്പൊ അനിൽ കുമാർ ജെയിൻ, ഇതിന് പ്രത്യേകിച്ച് ക്ലൂ ഒന്നും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജയ് എന്ന് പറയുന്നത് പെട്രോളിന്റെ കാര്യത്തിലല്ലേ ജയ് വിളിച്ചിട്ട് കുറെ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ഓർത്ത് വെക്കണമെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ വിചാരിക്കും, ജയ് പെട്രോൾ. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് രവനീത് കൗർ, ചെയർമാൻ ഓഫ് ദി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് CCI. അതുപോലെ തന്നെ ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ ആൻഡ് സെക്രട്ടറി ബ്യൂറോക്രാറ്റ് to be the chairman of competition commission of India. ആദ്യത്തെ വുമണും നോൺ സെക്രട്ടറി ബ്യൂറോക്രാറ്റും കൂടിയാണ് രവനീത് കൗർ എന്ന് പറയുന്നത്. ഈ പൊസിഷനിൽ എത്തുന്ന ആദ്യത്തെ വുമൺ കൂടിയാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഓർത്തു വെക്കാം? നീറ്റ് എക്സാം എന്ന് പറയുന്നത് എന്താ? കോമ്പറ്റീഷൻ. നീറ്റ് എക്സാമിന് ഭയങ്കര കോമ്പറ്റീഷൻ ആണല്ലോ. അങ്ങനെ ആലോചിക്കുക, നീറ്റ് കോമ്പറ്റീഷൻ. അതുപോലെ അടുത്തത് മൗലവി അബ്ദുൽ ഖബീർ, കെയർ ടേക്കർ PM ആൻഡ് ഇന്ററിം ക്യാബിനറ്റ് ഹെഡ് ഓഫ് അഫ്ഗാനിസ്ഥാൻ. കെയർ ടേക്കറും PMഉം ഇന്ററിം ക്യാബിനറ്റ് ഹെഡ് ഓഫ് ദി അഫ്ഗാനിസ്ഥാൻ. ഇത് നമ്മൾ എങ്ങനെ ഓർത്ത് വയ്ക്കാം? ഗാന എന്ന് പറയുന്നത് മാവ്, അങ്ങനെ ആലോചിക്കുക. മാവ് കുഴിച്ചിട്ടാണല്ലോ നമ്മൾ
ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പൊ അതുപോലെ ഗാന, മാവ്, അങ്ങനെ ഒന്ന് ആലോചിച്ച് വയ്ക്കാം. ഇനി അടുത്തത് വിരാട് കോഹ്ലി ബ്രാൻഡ് അംബാസിഡർ ഓഫ് ദി ഡ്യൂറോഫ്ലെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഡ്യൂറോഫ്ലെക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാം? ഭയങ്കര ഫ്ലെക്സിബിളും ഡ്യൂറബിളും ആയിട്ടുള്ള കളിക്കാരനാണ് വിരാട് കോഹ്ലി. ഭയങ്കര ഡ്യൂറബിളും ഫ്ലെക്സിബിളും ആയിട്ടുള്ള കളിക്കാരനാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. ഇനി ലുഡോവിറ്റ് ഒഡോർ എന്ന് പറയുന്ന ആരാണ്? ഇന്ററിം PM ഓഫ് സ്ലോവാക്കിയ. ഇന്ററിം PM ഓഫ് സ്ലോവാക്കിയ ആണ്. അപ്പൊ ലുഡോവിറ്റ് ഒഡോർ ഇതെങ്ങനെ നമുക്ക് പറയാം? ലുഡോ എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടല്ലോ, അത് കളിച്ചിട്ട് ഫോണൊക്കെ എന്തായി? സ്ലോ ആയി. ലുഡോ കളിച്ച് ഫോണ് സ്ലോ ആയി. ഇനി ഭാവേഷ് ഗുപ്ത, പ്രസിഡന്റ് ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഓഫ് പേടിഎം. പ്രസിഡന്റ് ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഓഫ് പേടിഎം. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ആലോചിച്ച് വയ്ക്കാം? ഭാവി, പേടിഎം ചെയ്യൂ, ഭാവി സുരക്ഷിതമാക്കൂ. പേടിഎം ചെയ്യൂ, ഭാവി സുരക്ഷിതമാക്കൂ. അങ്ങനെ ചുമ്മാ ഓർത്ത് വയ്ക്കുക. അപ്പൊ അടുത്തത് എന്താണ്? രാജീവ് ഡോഗ്ര, MD ആൻഡ് CEO ഓഫ് ദി റഹീജ QBE ജനറൽ ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ഇതെങ്ങനെ ഓർത്തു വെക്കാൻ എനിക്ക് പ്രത്യേകിച്ച് ക്ലൂ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വല്ലതും ക്ലൂ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചൊന്ന് പഠിക്കാം. ഓക്കെ. ഇനി അടുത്തത് മനോജ് സോണി. മനോജ് സോണി എന്ന് പറയുന്നത് ചെയർമാൻ ഓഫ് ദി UPSC, ദാറ്റ് ഇസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പൊ ഇതെങ്ങനെ ഓർത്തു വെക്കാം? മനോധൈര്യമുള്ളവർക്ക് മാത്രമേ UPSC പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഓർത്തു വെക്കാം. മനോധൈര്യമുള്ളവർക്ക് മാത്രമേ UPSC പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആലോചിച്ച് വെക്കാം. ഇനി അടുത്തത് അശുതോഷ് ദീക്ഷിത് എന്ന് പറയുന്നത് ആരാണ്? ഡെപ്യൂട്ടി ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫ്. ഡെപ്യൂട്ടി ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആണ്. അപ്പൊ ഇതും എനിക്ക് ക്ലൂ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ വല്ല ക്ലൂ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എല്ലാം ക്ലൂ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. ഇനി അടുത്തത് പ്രമോദ് ബാസിൻ, ചെയർമാൻ ഓഫ് ദി ഡാറ്റ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, ദാറ്റ് ഇസ് DSCI. അപ്പൊ ഇതെങ്ങനെ ഓർത്ത് വെക്കാം? ബാസി എന്ന് പറയുന്നത് സിനിമാ നടൻ ബാസിക്ക് ഭയങ്കര സെക്യൂരിറ്റി ആണ്. അങ്ങനെ ആലോചിക്കാം. ജസ്റ്റിസ് S വൈദ്യനാഥൻ, ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദി മദ്രാസ് ഹൈക്കോർട്ട്. അപ്പൊ ഇതെങ്ങനെ ആലോചിച്ച് വെക്കാം? മദ്രസകളിൽ എന്താണ് ശരിക്കും? ഉസ്താദുകളാണ് ഉള്ളത്. അപ്പോൾ മദ്രസകളിൽ വൈദ്യന്മാരാണ് ഉള്ളതെന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ. മദ്രസകളിൽ വൈദ്യന്മാരാണ് ഉണ്ടാവുക. അതായത് ഉസ്താദുകൾ വൈദ്യന്മാരെ പോലെയാണല്ലോ, എല്ലാവരെയും സഹായിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അങ്ങനെ മദ്രസ വൈദ്യന്മാർ, അങ്ങനെ ആലോചിക്കാം. അപ്പൊ അടുത്തത് ഷാറൂഖ് ഖാൻ എന്ന് പറയുന്നത് ബ്രാൻഡ് അംബാസിഡർ ഓഫ് റിയൽമിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഷാറൂഖ് ഖാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ ഓർത്തു വെക്കാം? റിയൽ ആയിട്ട് എപ്പോഴും സിനിമയിൽ റിയൽ ആയിട്ട് നന്നായി അഭിനയിക്കുന്നത് ആരാണ്? ഷാറൂഖ് ഖാൻ ആണ്. റിയൽ ആയിട്ട് അഭിനയിക്കുന്നത് ഷാറൂഖ് ഖാൻ ആണ്. അങ്ങനെ ആലോചിച്ച് വയ്ക്കാം. ഇനി ലോവാനിസ് സാർമാസ് കെയർടേക്കർ PM ഓഫ് ഗ്രീസ്. PM ഓഫ് ദി ഗ്രീസ്. അപ്പൊ ഇതെങ്ങനെ ഓർത്തു വയ്ക്കാം? ലോൺ എടുത്തിട്ട് സാറ് വീട്ടിലേക്ക് പോണ സമയത്ത് ഒരു ഗ്രീസിൽ വഴുക്കിയിട്ട് വീണു. ലോൺ എടുത്തിട്ട് സാറ് വീട്ടിലേക്ക് പോകുമ്പോൾ ഗ്രീസിൽ വഴുക്കി വീണു. അങ്ങനെ ആലോചിക്കാം. ഇനി R ദിനേശ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീന്റെ പ്രസിഡന്റ് ആണ് R ദിനേശ്. വൈസ് പ്രസിഡന്റ് ആരാണ്? രാജീവ് മെമാണിയാണ് വൈസ് പ്രസിഡന്റ്. ഇതെങ്ങനെ ആലോചിച്ച് വയ്ക്കാം? നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു സിനിമയിലത്തെ ഒരു ഡയലോഗ് ഇല്ലേ? എന്താണ്? നീ പോ മോനെ ദിനേശ. അപ്പൊ ആ ഡയലോഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു ഡയലോഗാണ്. അപ്പൊ നീ പോ മോനെ ദിനേശ, ഇന്ത്യൻ ഇൻഡസ്ട്രി. അങ്ങനെ ആലോചിച്ച് വെക്കാം. ഇത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ. ഇനി അടുത്തത് പാർമിന്ദർ ചോപ്ര, ഫസ്റ്റ് വുമൺ ചെയർമാൻ ആൻഡ് MD ഓഫ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ. പാർമിന്ദർ ചോപ്ര എന്ന് പറയുന്നത് ഫസ്റ്റ് വുമൺ ചെയർമാനും MD ഓഫ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ആണ്. അപ്പൊ ഇതെങ്ങനെ ഓർത്ത് വെക്കാം? പാര വെക്കുന്നതും മിണ്ടാതിരിക്കുന്നതും ഒക്കെ ആരാണ്? നല്ല പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പാര വെച്ച് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? പാര വെച്ച് മിണ്ടാതിരിക്കുന്നത് ആൾക്കാര് എങ്ങനെയായിരിക്കും? നല്ല പവർഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് മുകേഷ് അംബാനി എന്ന് പറയുന്നത് മെമ്പർ ഓഫ് ദി അഡ്വൈസറി കമ്മിറ്റി ടു COP28 ടു UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ. COP എന്ന് പറയുന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അപ്പോൾ COP28 എവിടെ വെച്ചാണ് നടക്കുന്നത്? UAE വെച്ചിട്ടാണ് നടക്കുന്നത്. COP28 നടക്കുന്നത്. ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. COP28 നടക്കുന്നത് UAE വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ എന്താണ് മെമ്പറായിട്ട് ഉള്ളത് ആരാണ്? മുകേഷ് അംബാനി. ഓക്കെ.
അടുത്തത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ. അപ്പൊ നമ്മൾ എന്താണ് വിജിലൻസ് കമ്മീഷണറിനോടൊക്കെ നമ്മൾ എന്താണ് വാസ്തവം മാത്രമേ പറയാൻ പാടുള്ളൂ, നുണയൊന്നും പറയാൻ പാടില്ല. വാസ്തവമായിട്ടുള്ള കാര്യം മാത്രമേ വിജിലൻസ് കമ്മീഷണറോട് നമ്മൾ പറയാൻ പാടുള്ളൂ. അങ്ങനെ ആലോചിച്ച് വെക്കാം. ഇനി അടുത്തത് ഗിരീഷ് ചന്ദ്ര മുർമു എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഓഡിറ്റർ ഓഫ് WHO. എത്ര വർഷത്തേക്കാണ്? 2024 to 2027 വരെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആരെയാണ്? ഗിരീഷ് ചന്ദ്ര മുർമുവിനെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഗിരീഷ് ചന്ദ്ര മുർമു ആരാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഗിരീഷ് ചന്ദ്ര മുർമു എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ബോല അഹമ്മദ് അഡിക്കുൻലെ തിനൂബു. പ്രൊണൗൺസിയേഷൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ബോല അഹമ്മദ് അഡിക്കുൻലെ തിനൂബു എന്ന് പറയുന്നത് ആരാണ്? 16th പ്രസിഡന്റ് ഓഫ് ദി ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് നൈജീരിയ. 16th പ്രസിഡന്റ് ഓഫ് ദി ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് നൈജീരിയ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം? ബോളി എന്ന് പറയുന്നത് നൈജീരിയയിലുള്ള ബോളി തിന്നാൻ നല്ല രസമാണ്. നൈജീരിയയിലുള്ള ബോളി തിന്നാൻ നല്ല രസമാണ്. അങ്ങനെ ഓർത്തു വെക്കുക. നൈജീരിയയിലുള്ള ബോളി തിന്നാൻ നല്ല രസമാണ്. അങ്ങനെ ഓർത്തു വയ്ക്കാം. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് ഹൈക്കോർട്ടും അതിന്റെ ചീഫ് ജസ്റ്റിസ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കാം. അപ്പൊ അത് ഏതാണ്? ആദ്യം ബോംബെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? രമേശ് ഡി ധനുക്കയാണ് ബോംബെ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ്. അപ്പൊ ഇതെങ്ങനെ ആലോചിച്ച് വയ്ക്കാം? ധനുഷ് എന്ന് പറയുന്നത് എന്താണ്? ബോംബ് പോലെയാണ് സിനിമയിൽ വരുന്നത്. ഭയങ്കര പവർഫുൾ ആയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ധനുഷ് ബോംബ്. അങ്ങനെ ആലോചിച്ച് വയ്ക്കാം. ഇനി അടുത്തത് മദ്രാസ് ഹൈക്കോർട്ടിന്റെ ആരാണ്? സഞ്ജയ് വി ഗംഗ പൂർവാല. അപ്പൊ ഇതെങ്ങനെ ഓർത്തു വയ്ക്കാം? ഗംഗ എന്ന് പറയുന്നതിൽ ഇപ്പൊ എല്ലാം റിവേഴ്സും അങ്ങനത്തെ ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ ഗംഗ മാഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗനെ നമ്മൾ മാഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗംഗ മാഡ്. അങ്ങനെ ആലോചിക്കുക. ഇനി അടുത്തത് ഹിമാചൽ പ്രദേശിന്റെ ആരാണ്? MS രാമചന്ദ്ര റാവോ. ഇനി അടുത്തത് രാജസ്ഥാൻ എന്ന് പറയുന്നത് അഗസ്തീൻ ജോർജ് മസി. രാജസ്ഥാനിലെ ആരാണ്? അഗസ്തീൻ ജോർജ് മസീഹ്. അപ്പൊ ഇതിന്റെ എങ്ങനെ ഓർത്തു വയ്ക്കാം? അഗസ്ത്യമുനിനെ ആലോചിക്കാം. അഗസ്ത്യമുനി എന്ന് പറയുന്ന വലിയൊരു രാജാവായിരുന്നു എന്ന് ആലോചിച്ച് വയ്ക്കുക. അഗസ്ത്യമുനി എന്ന് പറയുന്ന വലിയ രാജാവായിരുന്നു എന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ മെയ് 2023 അപ്പോയിന്റ്മെന്റ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് ചേർത്ത് പഠിക്കുക. അപ്പോൾ എൻ്റെ വേറെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ പോയിട്ട് കാണുക. ഈ CA റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് വിടുക. അപ്പൊ അതുപോലെ തന്നെ ഇനി എക്സാംസ് ഒരുപാട് വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ കറണ്ട് അഫയേഴ്സ് ഒരു മെയിൻ പാർട്ടാണല്ലോ ഇപ്പൊ എല്ലാ എക്സാംസിനും. അപ്പൊ നിങ്ങൾ ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഡെയിലി CA ക്വിസ് നൈറ്റ് 10 PM ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ക്വിസ് ഇതുപോലെ ഈ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ക്വിസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലൂസ് കണക്ട് ചെയ്യാൻ പറ്റുണ്ടോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വല്ല കമന്റും കണ്ടു കഴിഞ്ഞാൽ ഇടുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന്റെ ഒരു ഇത് കാണിക്കുക. അറ്റ്ലീസ്റ്റ് ലൈക്കോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കമന്റ് ഇടണതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും പോണില്ലല്ലോ. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു കമന്റെങ്കിലും ചെയ്യുക. ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് പറയുക, അല്ലെങ്കിൽ ഏതാ ടോപ്പിക്സ് വേണ്ടതെന്ന് പറയുക. അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും താഴെ ഇങ്ങനെ പറയാറുണ്ട്, പക്ഷെ ആരും കമന്റും ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ കൂടുതൽ ടോപ്പിക്സ്, യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.